എൻ്റെ പേര് എലിസബത്ത് ഗ്രിഗറി. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 നവംബർ 21 തീയതിയാണ്. എൻ്റെ മമ്മിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പോൾ തൊട്ട് ഞങ്ങൾ വീട്ടിൽ കുടുംബമായിട്ട് തന്നെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരത്തെ പ്രാർത്ഥന ആയിക്കോട്ടെ കുരിശുവര കഴിഞ്ഞും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥനകൾ ചെല്ലുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ തൊട്ട് മമ്മി എന്നോട് പറയുമായിരുന്നെങ്കിൽ നീയും കൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എന്നിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പക്ഷേ ഞാൻ പഠിക്കാൻ പോകുന്നതുകൊണ്ടും ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഓരോ ഒഴിവ് പറഞ്ഞ് ഞാനങ്ങ് മാറുമായിരുന്നു. കാരണം വേണ്ട, എന്തിനാ വെറുതെ, അങ്ങനെ ഒരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ IELTS എക്സാം എഴുതുന്നതും. എനിക്ക് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടുമായിരിക്കും. അത്യാവശ്യം തീരെ മോശമല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം എനിക്ക് സ്പീക്കിങ്ങിന് ഞാൻ വിചാരിച്ച അത്ര സ്കോർ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി എഴുതി. അതിന് ശേഷമാണ് ഞാൻ ഇനി എഴുതുന്നതിന് മുന്നേ തന്നെ വന്നൊന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് നവംബറിൽ ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ ഞാൻ ഉടമ്പടി തൈലം അവിടെ വിളക്കിൽ ഒഴിച്ച് പ്രാർത്ഥിച്ച സമയം എൻ്റെ കയ്യിലൊരു പ്രത്യേക മണം അനുഭവപ്പെട്ടു. ഞാൻ ഇങ്ങനെ ധ്യാനങ്ങളിലും TV-യിലും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിനെ പോലെ ഓരോരുത്തർക്കും വലിയ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വന്നു, അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായി. പക്ഷെ അപ്പോഴൊക്കെ ഞാനിങ്ങനെ സംശയിച്ച് നോക്കില്ല, ശരിക്കും അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണോ? അത് എനിക്ക് ശരിക്കും സംഭവിച്ചപ്പോഴാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നെക്സ്റ്റ് ടൈം IELTS ഉറപ്പായിട്ടും കിട്ടും. ഞാൻ മൂന്നാമതൊന്നും കൂടി IELTS എഴുതി. അത് കിട്ടിയില്ല. കാരണം എനിക്കറിയാം ഞാൻ അത്ര കാര്യമായിട്ട് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാൽ അത്ര കാര്യമായിട്ട് ഞാൻ ഉടമ്പടി നിയമങ്ങളനുസരിച്ച് അതൊക്കെ പാലിച്ച് ഉള്ള ജീവിതം നയിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഇനി മാതാവിനെ മുറുകെ പിടിച്ചൊരു ജീവിതം നയിക്കാം. ചെയ്യാനുള്ളതൊക്കെ 3 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ OET എക്സാമിന് OETയുടെ കോച്ചിങ്ങിന് വേണ്ടി പോയി. OETക്ക് വേണ്ടി തന്നെയായിട്ട് 2 മാസം കൊടുത്ത് OETക്ക് വേണ്ടി വന്ന് OETക്ക് ജോയിൻ ചെയ്തു ക്ലാസ്സസിന്. ക്ലാസ് തുടങ്ങുന്നതിനിപ്പം എല്ലാ ദിവസവും അതിന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നിയമങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു. മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ഡെയിലി ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാൻ ബൈബിൾ വായിച്ചിട്ടേ ഞാൻ ക്ലാസ്സിൽ പോകും. ഇച്ചിരി ലേറ്റ് ആണെങ്കിൽ ഓടിപ്പോകേണ്ടി വന്നാൽ കൂടിയും ഞാൻ ബൈബിൾ വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോകത്തുണ്ടായിരുന്നുള്ളൂ. കോച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ആരെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിച്ചു വന്നാൽ ഞാൻ ഒരിക്കലും നോ പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു. അതിപ്പോൾ ഇവൻ എൻ്റെ കരിയറിലായിക്കോട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടിയും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൊളീഗ്സ് ആണെങ്കിൽ കൂടിയും അങ്ങനെ അവർക്ക് എക്സ്ട്രാ വർക്ക് വരുക, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു കൈ സഹായം തരുമോ, അല്ലെങ്കിൽ അത് കണ്ടാണെങ്കിൽ കൂടെയും ഞാൻ പോയി ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി എൻ്റെ ഡ്യൂട്ടി ടൈമിൽ കഴിഞ്ഞിട്ട് കൂടെയും ഞാൻ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഞാൻ ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടെയും പത്രമൊക്കെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അതുകൂടാതെ യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ, എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സിനും ഒക്കെ തന്നെ ഞാൻ ഇത് ലിങ്ക് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുന്ന സമയമാണെങ്കിൽ കൂടിയും ഞങ്ങളുടെ വീടിനടുത്തുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത സമയത്താണ് നാട്ടിൽ പോകുന്ന സമയം അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഹോസ്റ്റല് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സമയം, പഠിക്കുന്ന സമയം ഞാൻ എന്ത് കാരുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ വിഷമിക്കുകയായിരുന്നു. കാരണം എനിക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി അതിനുവേണ്ടി ഞാൻ എന്താ ഒരു സൊല്യൂഷൻ അങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞാനങ്ങനെ സംശയിക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കിൽ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയും, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ പോയി എല്ലാവരെയും കാരുണ്യപ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മുന്നിൽ വരുന്ന മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ ഈ ക്ലാസ്സിലൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും കാരുണ്യപ്രവൃത്തികൾ ഉൾപ്പെടുന്നത് തന്നെയാണെന്ന്. അങ്ങനെ ഞാൻ ക്ലാസ്സിലിപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അവർക്കൊക്കെ ഒരു വട്ടമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഞാൻ പിന്നെയും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ OET എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം ഞാൻ കാശുരൂപം അധികം സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാൻ കാശുരൂപം ഉള്ളിൽ ഇങ്ങനെ പിൻകുത്തി വെച്ചു. അതുകൂടാതെ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നതും.
പിന്നെ അവിടെ കുറച്ച് നേരം മുന്നേ നമ്മൾ ഒരു 30 minutes മുന്നേ നമ്മൾ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ മൂലയ്ക്ക് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പൊക്കെ വിതറിയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. അതാണ് എൻ്റെ ആദ്യത്തെ സാധിച്ചു കിട്ടിയ നിയോഗം. രണ്ടാമത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത സമയം കൊണ്ട് പഠിച്ചിറങ്ങിക്കഴിഞ്ഞുള്ള എൻ്റെ ഫ്രഷർ പീരീഡ് അങ്ങ് മാറി. അതിലും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞാനത് അറിയുന്നത് എൻ്റെ ഇൻ്റർവ്യൂവും പാസ്സായി, ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരെന്നോട് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രഷർ ആയതുകൊണ്ട് ആണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവർ പറഞ്ഞല്ല, 6 months കഴിഞ്ഞാൽ ഫ്രഷർ പീരീഡ് കഴിഞ്ഞു. ആ ഒരു ബോധം പോലും എനിക്കില്ലായിരുന്നു. 6 months കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഗ്യാപ്പാണ്. ആ കാര്യമൊക്കെ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നതും. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എങ്കിൽ ശരി പൊക്കോ, പോയി ഒരു 6 months എക്സ്പീരിയൻസ് ആയിട്ട് വാ, നമുക്ക് നോക്കാം, ആ സമയവും വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ വിളിക്കാം. ആ രീതിയിൽ അവരെന്നെ പറഞ്ഞു വിട്ടു. ഞാൻ എന്നിട്ട് ഇനിയിപ്പം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലിക്ക് കയറണം. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. അതും UK പോകണം. കാരണം ഇപ്പോൾ ഫുൾ NHS ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പോകുന്നു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടേ ഉള്ളൊരു മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് പെട്ടെന്നൊരു ദിവസം നടക്കാതെ വരുമായിരുന്നു. അതുപോലെ എനിക്ക് ജോലി ചെയ്ത് എത്രയും പെട്ടെന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യണം, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അതെല്ലാമാണ് ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയത്. ഞാൻ വല്ലാതെ ഡെസ്പായി ഞാൻ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോയി. ജോലിക്ക് പോയതിന് ശേഷം ഈ എൻ്റെ ജോലിയുടെ കാര്യത്തിനോട് ഞാൻ അതിൻ്റെ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മമ്മി ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ മാതാവിൻ്റെ പള്ളി അവിടെ ചെന്നിട്ട് 8 നോമ്പ് തുടങ്ങുമായിരുന്നു 1-ാം തീയതി. ആ കൃത്യം 1-ാം തീയതി മമ്മി ചെന്നിട്ട് പറഞ്ഞു, അവിടെ ചെന്നെങ്കിലും പറഞ്ഞത് കൃപാസന പ്രസാദപര മാതാവേ എന്ന് വിളിച്ച് തന്നെയാണ് മമ്മി പ്രാർത്ഥിച്ചത്. മമ്മി പറഞ്ഞു എന്നെ പോലെ അവൾക്ക് ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരം എത്രയും പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരണം. കാരണം ഒന്നില്ലെങ്കിൽ 8 നോമ്പ് തീരുന്നതിന് മുന്നേ കൂടിപ്പോയാൽ നമ്മുടെ ജപമാല റാലി അതിന് മുന്നേ ഒരു ഉത്തരം തരണം എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീയും പ്രാർത്ഥിച്ചോണം, ധൈര്യമായിട്ടിരുന്നോണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ എനിക്ക് മെയിൽ കിട്ടി. അതും എന്നോട് ആദ്യം പൊക്കോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് മെയിൽ അയച്ച് ചോദിച്ചു, ഇന്നപോലെ വേറൊരു ഹെൽത്ത് ബോർഡിൽ ഇന്നപോലെ വേക്കൻസി ഉണ്ട്, താൻ വരുന്നോ, ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ. അങ്ങനെയാണ് എൻ്റെ ജോലി കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എനിക്കായി. അതിനുശേഷം 21 ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം മാറി. കൂടാതെ ഞാൻ ടിക്കറ്റും വന്നു. ഈ തിങ്കളാഴ്ച ഞാൻ UK കയറി പോവുകയാണ്. ടിക്കറ്റ് വന്നപ്പോഴാണെങ്കിലും ടിക്കറ്റിൻ്റെ അടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് അവർ അയച്ചു തന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ആദ്യത്തേത് കണക്റ്റഡ് ഫ്ലൈറ്റിൽ ആദ്യത്തേത് ഡൊമസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അതിൽ പ്രശ്നം എന്നാന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഇൻ്റർനാഷണൽ വരുമ്പോഴേ കൂടുതൽ വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് വല്ലാത്ത പ്രശ്നം. കാരണം പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് 15 kg ആയിരുന്നു അതിൻ്റേത്, ആ എയർലൈൻസിൻ്റെ. 15 kg എൻ്റെ ഒരു ജീവിതം ഫുൾ കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പാത്രം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. അത് വല്ലാത്ത പ്രശ്നമായി. എക്സ്ട്രാ അതിനുവേണ്ടി ഇനി പൈസ കണ്ടെത്തേണ്ട അവസ്ഥ വരെയായി. പിന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ഒരു മെയിലൂടെ അയച്ചു, ചുമ്മാ കിട്ടുവാണെങ്കിൽ നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മെയിൽ അയച്ചു. എനിക്ക് ഇന്നലെ വൈകിട്ട്, ഞാൻ സാക്ഷ്യം പറയാൻ ഇന്ന് പ്ലാൻ ചെയ്ത ദിവസമാണ്, ഇന്നലെ വൈകിട്ട് എനിക്ക് മെയിൽ വന്നു. ഇന്നപോലെ അവർ എയർലൈൻസിനോട് സംസാരിച്ചിട്ടുണ്ട്, തനിക്ക് ഡൊമസ്റ്റിക്കലാണെങ്കിൽ അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ എത്രയും കൊണ്ടുപോകാമോ അത്രയും തന്നെ വെയിറ്റ് എനിക്കിവിടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം അവരെന്നെ അറിയിച്ചു. അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഞാൻ ചോദിക്കുന്ന താമസം എനിക്ക് മാതാവ് തന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ മാതാവിനെ മുറുകെ പിടിക്കുന്നുണ്ട് ഇപ്പം. കാരണം ഞാനിപ്പം മാറിപ്പോകുന്നു, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനിപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തു. പിന്നെ അതാണ് രണ്ടാമത്തേത്, ജോലി കിട്ടിയതാണ് രണ്ടാമത്തെ എൻ്റെ സാധ്യമായത്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് കുറച്ച് പൊക്ക കുറവാണ്. അപ്പം അവൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇതുപോലെ എനിക്ക് പൊക്ക കുറവാണ്, എനിക്കങ്ങനെ കല്യാണ ആലോചനയൊന്നും കിട്ടത്തില്ല, ഞാനിങ്ങനെ മുത്തരിച്ച് നിന്ന് പോകത്തേ ഉള്ളൂ, അങ്ങനെയൊക്കെയായിരുന്നു അവളുടെ പ്രശ്നങ്ങളൊക്കെ. ഭയങ്കര പ്രശ്നമായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു കല്യാണ ആലോചന അവൾക്ക് ശരിയായി. അത് ഉറപ്പീര് വരെ കഴിഞ്ഞിപ്പോൾ നിൽക്കുകയാണ്. അവർ ഹാപ്പിയാണ്, അവർ രണ്ടുപേരും. ഇത് മൂന്നുമാണ് എനിക്ക് സാധ്യമായി കിട്ടിയ, മാതാവിൻ്റെ കൃപ കൊണ്ട് സാധ്യമായി കിട്ടിയ നിയമങ്ങൾ. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം പണ്ട് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അല്ലെ അവധി ദിവസം പള്ളിയിൽ പോകുന്നു,
അല്ല കുരിശ് വരയ്ക്കുന്നു. കുരിശുവരയുടെ കൂട്ടത്തിൽ ചെറിയൊരു 5 മിനിറ്റ് കിട്ടുന്ന ഒരു ചെറിയ ബൈബിൾ ഭാഗം വായിച്ച് കുരിശുവര തീർക്കുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു, പാറ്റേൺ ആയിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പം ഇപ്പം ഞാൻ വണ്ടിയിൽ ട്രാവൽ ആയിക്കോട്ടെ, വെറുതെ ഇരിക്കുവാണ്. അപ്പം ഞാനൊരു കൊന്ത മനസ്സിൽ ചെല്ലും, അല്ലെങ്കിൽ സുഹൃതജപം ചെല്ലും വെറുതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എക്സ്ട്രാ പ്രാർത്ഥിക്കാനും തുടങ്ങി. പിന്നെ ബൈബിളാണെങ്കിലും ഞാൻ വായിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ. പിന്നെ ആരൊക്കെ എന്ത് സഹായം ചോദിച്ചാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് വന്ന ഉടമ്പടി കാരണം എനിക്ക് വന്ന മാറ്റങ്ങളും. പിന്നെ എനിക്ക് ഇത്രയും കൃപ തന്ന മാതാവിന് ഒത്തിരി നന്ദി.